എന്താ ചെല്ലപ്പ ഇന്ന് ചൂണ്ടിടാൻ പോയില്ലേ? ഇപ്പൊ പോവും. ഞാൻ തുതയെ കാണാൻ നിന്നതാ. എന്താ കാര്യം? ഒന്നുമില്ല, വെറുതെ കാണാൻ. പോട്ടെ. എന്താ അച്ഛാ ഇത്? ഇന്നും ഇങ്ങനെ കുടിച്ചോണ്ട് വന്നാലോ? അച്ഛനൊന്നും കുടിച്ചില്ല മോളെ, ഒരു ഗ്ലാസ് മാത്രം. അതും അച്ഛന്റെ വേദന മറക്കാൻ. നിന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ ഇങ്ങനെ കുടിച്ചിരുന്നു മോളെ? വരൂ അച്ഛാ. സുധേ, സുധേ, നില്ല് നില്ല്. ദാ, ഞാൻ തുതയ്ക്ക് വേണ്ടി പിടിച്ചതാ. നല്ല മീനാ. എനിക്ക് വേണ്ട ചെല്ലപ്പ. കാശൊന്നും വേണ്ട, വെറുതെ. അതുകൊണ്ട് തന്നെയാ വേണ്ടെന്ന് പറഞ്ഞത്. ഞാൻ സ്നേഹം കൊണ്ട് തരുന്നതല്ലേ. എനിക്കറിയാം ചെല്ലപ്പ. ചെല്ലപ്പനൊരു കാര്യം ചെയ്യും, ഇത് വിറ്റ് കിട്ടുന്ന കാശ് അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കും. ഒന്നും പോ ചേട്ടാ. പോകാൻ പറ്റുന്നില്ലല്ലോ. ഒഴിവുകാലം കഴിക്കാനാ ഞാനിവിടെ വന്നത്. പക്ഷെ ഈ ഗ്രാമത്തിന്റെ ഭംഗി കണ്ടപ്പോ 1-2 ആഴ്ച കൂടി ഇവിടെ താമസിക്കണമെന്ന് തോന്നുന്നു. അപ്പോഴാണല്ലോ അവിചാരിതമായി ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം സംഭവിക്കുന്നത്. എന്തപകടം? ഇതാ ഈ അപകടം തന്നെ. എങ്കിൽ ഈ അപകടം ഒഴിവാക്കി തിരിച്ചു പോകരുതോ? സാധിക്കുന്നില്ലല്ലോ, അതല്ലേ ഈ അപകടത്തിന്റെ ഗതികേട്. അപ്പോ തിരിച്ചു പോകുന്നില്ല? തിരിച്ചു പോകും, പക്ഷെ തനിച്ചാകില്ല ഞാൻ പോകുന്നത്. പിന്നെ സുധയും കൊണ്ടേ ഞാൻ പോകും. സുധേ, സുധേ, സുധേ. അളിയൻ എന്ത് പറഞ്ഞാലും ശരി, സുധയെ ഇവിടുന്ന് പറഞ്ഞയക്കുന്ന പ്രശ്നമേ ഇല്ല. മരിക്കുന്നത് വരെ എനിക്ക് അവളെ കണ്ടുകൊണ്ടിരിക്കണം. അതിനുശേഷം അവളെ കൊണ്ടുപോയിക്കോ. അവിടെയാകുമ്പോ അവളുടെ അമ്മായി ഉണ്ടല്ലോ. പ്രായമായ പെൺകുട്ടികൾക്ക് അച്ഛൻ മാത്രം പോരാ. അതെനിക്കറിയാം. എങ്കിലും എന്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. എന്റെ കല്യാണി മരിച്ച ദുഃഖം പോലും ഞാൻ മറക്കുന്നത് എന്റെ മോളുള്ളതുകൊണ്ടാ. എനിക്കിവിടെ ഒരു കുറവുമില്ല അമ്മാവ. എന്റെ അച്ഛനെ വിട്ടിട്ട് ഞാൻ എങ്ങും വരുന്നില്ല. ഗോപേട്ടാ, എന്താ സുധേ? ഒന്ന് കാണാൻ. ഇന്ന് രാവിലെ നമ്മൾ കണ്ടതല്ലേ? എനിക്ക് എപ്പോഴും കാണണം, കണ്ടുകൊണ്ടേയിരിക്കുന്നു. അയ്യോ, മതില് ഇടിഞ്ഞു വീഴും. ഇടിഞ്ഞു വീഴട്ടെ, എന്നാലും നിന്നെ ഞാൻ വിടൂല.
ചെല്ലപ്പ ആ മീനിങ് എടുക്ക, കാശ് തരാം. എന്താ ചെല്ലപ്പൻ വല്ലാതെ? മീൻ തരുന്നില്ലേ? നിങ്ങളെടുക്ക്. എന്റെ പിറന്നാളാണ്. ഇതാ പായസം. ഇതാ നോക്കൂ, ഞാൻ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എന്റെ പിറന്നാൾ സമ്മാനം. മനോഹരമായിരിക്കുന്നു. മരണം വരെ ഇത് ഞാൻ സൂക്ഷിക്കും. അപ്പൊ എന്നെയോ? പോ ചേട്ടാ. ഓഹോ, വെക്കേഷൻ ഈ ഗ്രാമം തിരഞ്ഞെടുത്തത് വെറുതെ അല്ല, കവിതയുണ്ടല്ലേ? ആ, ആരോഗ്യമുണ്ട്. എന്നിട്ട് എന്നെ ഇതുവരെ കാണിച്ചില്ലല്ലോ. ഞാൻ ആരെയും കാണിക്കാറില്ല. എഴുതി കഴിഞ്ഞാൽ ഉടൻ വലിച്ചു കയറി ചവറ്റ കുട്ടിയിലിടും. എനിക്കിതിനെ അറിയാൻ സാധനം പോരാണെന്ന്. എന്താ കയറുന്നില്ലയോ? ഇന്നില്ല. അതെന്താ? വീട്ടിലെത്താൻ തിടുക്കുണ്ട്. അച്ഛൻ ഇന്ന് നേരത്തെ എത്തിയല്ലോ. അതെ മോളെ. അച്ഛൻ ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. എന്നാ ഇലഞ്ഞിക്കൽ ഭഗവതിയുടെ പട്ടും പണവുമാ മോളെ. ഒരുപാട് പേര് മത്സരിച്ചു വീറോടെ. എങ്കിലും അച്ഛൻ ജയിച്ചു മോളെ. ചെണ്ട കൊട്ടി തുടങ്ങിയ കാലം മുതൽക്കുള്ള ആഗ്രഹമാ ദേവിയുടെ പട്ടും പണവും ആകണമെന്ന്. ഇത്തവണ ഭഗവതി അച്ഛനെ അനുഗ്രഹിച്ചു പോലെ. ഭഗവതി അച്ഛന്റെ ശരീരത്തിൽ ആവേശിച്ചതുപോലായിരുന്നു. അച്ഛന്റെ ആഗ്രഹം നിറവേറി മോളെ. പക്ഷേ ഇത് കാണാൻ എന്റെ അമ്മ ഒരു പക്ഷേ മോളിലിരുന്ന് അവളിത് കാണുന്നുണ്ടാവും. ഇല്ലേ പോലെ? അച്ഛ, ചോറ് കൊണ്ടിട്ടെ അച്ഛ. കല്യാണി, നിന്നെ കാണണമെന്ന് അതിയായ മോഹം. എന്താ ഇങ്ങനെ? അച്ഛ, മോളിരിക്കും മോളെ. വേണ്ട, അച്ഛൻ കഴിക്കും, ഞാൻ പിന്നെ കഴിച്ചു. വാതുറക്ക് മോളെ. മോൾ കുഞ്ഞായിരിക്കുമ്പോ അച്ഛൻ ഇതുപോലെ തന്നതാ. അച്ഛൻ എന്താ ഉണ്ണാത്തത്? വേണ്ട മോളെ,
അച്ഛനിപ്പോ വിശപ്പ് തോന്നുന്നില്ല. അച്ഛൻ എന്താ? ഒന്നുമില്ല മോളെ, അച്ഛൻ എന്തൊക്കെയോ ഓർത്തു പോകുന്നു. മോളെ അച്ഛന്റെ കുരുന്നെടുത്ത് ഒന്നുമില്ല മോളെ. കിട്ടുണ്ണിമാരാർ മരിച്ചപ്പോ സുധയൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഞാൻ അവിടെ ഇല്ലായിരുന്നു. എന്റെ അച്ഛൻ അസുഖം കൂടുതലായതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയി. തിരിച്ചു വന്ന് ഞാൻ സുധയെ അന്വേഷിച്ചു. അമ്മാവൻ വന്ന് നിർബന്ധമായി എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഒറ്റയ്ക്ക് എന്തിനാണ് താമസിക്കുന്നത് എന്നാണ് ചോദ്യം. എന്താണ് കാരണം പറയുക? പോകുന്നതിന് മുൻപ് ഒന്ന് കാണാനെങ്കിലും ഒരു വാക്ക് പറയാനെങ്കിലും ഞാൻ അന്വേഷിക്കാത്ത സ്ഥലമില്ലായിരുന്നു. വീടറിയാമായിരുന്നെങ്കിൽ ഞാൻ അവിടെ വരുമായിരുന്നു. അവസാനം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്ന് വിചാരിച്ച ഞാൻ ഒന്ന് കാണാൻ പോലും സാധിക്കാതെ കോഴിക്കോട്ടേക്ക് പോയി. സുധ പോയി എന്നറിഞ്ഞ് ഞാൻ, എവിടെയാണെന്ന് പോലും അറിയാത്ത ഞാൻ അവിടം വിട്ട് എന്റെ നാട്ടിലേക്ക് പോയി. സുധയില്ലാത്ത ആ ഗ്രാമത്തിൽ എനിക്ക് ജീവിക്കാനാവില്ലെന്ന് മനസ്സിലായി. ഞാൻ അയച്ച എഴുത്തെല്ലാം മടങ്ങി വന്നപ്പോഴും എന്നെങ്കിലും കാണാമെന്ന ആഗ്രഹവുമായി ഞാൻ കാത്തിരുന്നു. പക്ഷേ ഒന്നുമില്ല സർ. ഡിക്റ്റേഷൻ. ആ, എവിടെയാ നിർത്തിയത്? യുവർ കോഓപ്പറേഷൻ സോളിസിറ്റഡ്. സിൻസിയർലി യുവേഴ്സ്. ബൈ ദ ബൈ, സുധയുടെ ഭർത്താവിന് എവിടെയാ ജോലി? സ്റ്റേറ്റ് ബാങ്കിലെ അക്കൗണ്ടന്റ് ആണ് സർ. ഞാൻ പോയിക്കട്ടെ സർ. ശരി.